നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് അതിൻ്റെ സ്പേസ് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. കാരണം ബൂട്ട് സ്പേസ് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അല്ലേ. കാരണം ഇത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ കരുതിയ വാഹനം പോലും നമ്മൾ മാറ്റി ചിന്തിക്കും. നമുക്ക് ആവശ്യത്തിനുള്ള സ്പേസ് യൂട്ടിലൈസേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ. എന്നാൽ അത്രയും തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ അതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഐഫോണിൻ്റെ സ്റ്റോറേജിനെ പറ്റിയും ഇനി നിങ്ങൾ പുതിയൊരു ഐഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ എത്ര സൈസിലുള്ള അല്ലെങ്കിൽ എത്ര സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഡിവൈസ് വാങ്ങണം, അതിന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പയർ പ്രോഗ്രാം ആപ്പിൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വേൾഡ് വൈഡ് ആപ്പിൾ എല്ലായിടത്തും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യയിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഐഫോൺ 12നും 12 പ്രോയ്ക്കുള്ള ആ റിപ്പയർ പ്രോഗ്രാം എന്താണെന്ന് നോക്കാം. അതായത് നിങ്ങളൊരു ഐഫോൺ 12 അല്ലെങ്കിൽ 12 പ്രോ ഇത് രണ്ടും 6.1 ഇഞ്ച് ഡിവൈസുകളാണ്. കറൻ്റ്ലി ഈ ഒരു റിപ്പയർ പ്രോഗ്രാം ഉള്ളത് ഈ രണ്ട് 6.1 ഇഞ്ച് ഡിവൈസുകൾക്ക് മാത്രമേ ഉള്ളൂ. അതിൽ ഐഫോൺ 12 മിനിക്കോ 12 പ്രോ മാക്സിനോ ഈ ഒരു റിപ്പയർ പ്രോഗ്രാം ഇല്ല. അതുകൊണ്ട് ഈ രണ്ട് യൂസേഴ്സും മാത്രമേ ഉള്ളൂ. അതായത് 12ഉം 12 പ്രോയും മാത്രമുള്ള യൂസേഴ്സിന് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ റിപ്പയർ പ്രോഗ്രാം അഫക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പീക്കേഴ്സ്, അതായത് ഈ രണ്ട് ഡിവൈസുകളിലുള്ള സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളുടെ ഫോണിൻ്റെ ഈ ടോപ്പിൽ കാണുന്നതാണ് സ്പീക്കേഴ്സ്. അതായത് നമ്മൾ കോൾ ചെയ്യാൻ നേരത്ത് ചെവിയിലേക്ക് വെക്കുന്ന ആ പോർഷൻ, അതാണ് സ്പീക്കേഴ്സ്. കോൾ ചെയ്യുന്ന സമയത്ത് കേൾക്കില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് അത് വൈഡ്ലി സ്പ്രെഡാണ്. മെയിൻ സ്പീക്കേഴ്സിനൊന്നും യാതൊരു കംപ്ലയിൻറ്റ് കാണത്തില്ല. സ്പീക്കേഴ്സിന് മാത്രം ഇഷ്യൂ ഉള്ളവർക്ക് ആപ്പിളിൻ്റെ ഓതറൈസ് സെൻറ്ററിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫ് ചാർജിൽ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെ സൈറ്റിൽ പോയിട്ട് റിപ്പയർ പ്രോഗ്രാംസിൻ്റെ ഓപ്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൂഗിൾ വെറുതെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ആപ്പിളിന് നിലവിൽ ഇന്ത്യയിലും അല്ലെങ്കിൽ വേൾഡ് വൈഡുള്ള റിപ്പയർ പ്രോഗ്രാംസ് എന്ന് അറിയാൻ സാധിക്കും. ഇനി ഇതിനെപ്പറ്റി ഒന്നും കൃത്യമായിട്ട് അറിയത്തില്ലാത്തവർക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ പോർഷൻ സ്പോൺസർ ചെയ്തിരിക്കുന്ന വണ്ടർഷെയർ ആണ്. വണ്ടർഷെയറിൻ്റെ ഡോക്ടർ ഫോൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അതിൽ വാട്സാപ്പ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഈ ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ടും ഫ്ലെക്സിബിൾ ആയിട്ടും നമുക്ക് വാട്സാപ്പ് ചാറ്റുകൾ ആൻഡ്രോയിഡ് ടു ഐഫോൺ ടു ആൻഡ്രോയിഡ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇത് ബോത്ത് വിൻഡോസിനും മാക്കിനും അവൈലബിൾ ആണ്. അപ്പോൾ വൺസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയും ഫ്രീ ട്രയലായിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം. ഇതാണ് ഡോക്ടർ ഫോൺ എന്ന് പറയുന്നത്. ഇതിൽ കുറേ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. അതിലുള്ളതാണ് വാട്സാപ്പ് ട്രാൻസ്ഫർ. അതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നമ്മുടെ ഈ ഒരു ഇൻ്റർഫേസിൽ വരും. അവിടെ നമുക്ക് ട്രാൻസ്ഫർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ രണ്ട് ഡിവൈസുകൾ ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഡിവൈസിൽ നിന്നാണെന്നുള്ളത് സ്വിച്ച് ചെയ്യാം. ഞാനിപ്പം iPhone 7 നിന്ന് SEയിലേക്കാണ് അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. വൺസ് ട്രാൻസ്ഫറിങ് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് വരുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ഉപകരിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യാനാണ്. ഡെഫിനറ്റ്ലി ഗോ ചെക്ക് ഔട്ട്. ഇനി നമുക്ക് നമ്മുടെ കഥയുടെ പ്രധാന പോർഷനിലേക്ക് വരാം. സ്റ്റോറേജ് എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊരു ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, എന്ത് കാര്യം ചെയ്യണമെങ്കിലും സ്റ്റോറേജ് വേണം. സ്റ്റോറേജ് ഇല്ലാത്ത ഡിവൈസുകൾക്ക് ഡിമാൻഡും കുറവാണ്. എപ്പോഴും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ആവശ്യം എന്താണോ അത് നോക്കിയിട്ടേ നിങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ഡിവൈസ് വാങ്ങാവുള്ളൂ. നമ്മൾ അപ്പോഴത്തെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ ഫോൺ വാങ്ങുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം 64 GB അല്ലെങ്കിൽ ബേസ് സ്റ്റോറേജ് ഡിവൈസ് വാങ്ങും. പിന്നീടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, അയ്യോ ഇത് വാങ്ങണ്ടായിരുന്നു, ഇച്ചിരി കൂടെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടിയ ഡിവൈസ് വാങ്ങാമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ഫോൺ വാങ്ങുമ്പം നമ്മളെ ഫ്യൂച്ചർ യൂസ് അല്ലെങ്കിൽ ലോങ് ടേം യൂസിന് വേണ്ടിയുള്ള രീതിയിൽ നമ്മൾ വാങ്ങുക. നമ്മളിവിടെ 6 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ഐഫോണിൽ അല്ലെങ്കിൽ ആപ്പിളിൽ ഫുൾ ഇക്കോസിസ്റ്റത്തിൽ നോക്കുവാണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് സ്റ്റോറേജ് സിസ്റ്റമാണ് നിലവിലുള്ളത്. ഒന്ന് നമ്മുടെ ഡിവൈസിൽ വരുന്ന ലോക്കൽ സ്റ്റോറേജ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ലൗഡ് ബേസ് ആണ്. നമുക്കറിയാം ആപ്പിളിൻ്റെ iCloud. അതാണ് നമുക്ക് കറൻ്റ്ലി ഉള്ള ആപ്പിളിൻ്റെ ഇക്കോസിസ്റ്റത്തിൽ നിൽക്കുന്ന ഒരു ക്ലൗഡ് ബേസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം വിരലെണ്ണാവുന്ന കുറച്ച് ക്ലൗഡ് സ്റ്റോറേജ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷേ അതിലെല്ലാം പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പ്രൈസിങ് അല്ലെങ്കിൽ പ്ലാൻസ് ഒക്കെയാണുള്ളത്. അതിൽ ഞാൻ നോക്കിയിട്ട് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ പറയുവാണെങ്കിൽ നമ്മുടെ iCloudഉം നമ്മുടെ ഗൂഗിളിൻ്റെ വൺ എന്ന് പറയുന്ന ആ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമും ഉണ്ട്. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പോലും ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. അവിടെ നമ്മളുടെ ഫീസിബിലിറ്റി, നമുക്ക് ഏതാണോ ഈസി ടു യൂസ് അത് നോക്കി നമുക്ക് ചൂസ് ചെയ്യാനാണ്. iCloudൻ്റെ കാര്യമാണെങ്കിൽ നമുക്ക് ഒന്നിക്കുള്ള ആപ്പിൾ ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എല്ലാ ഡിവൈസിലും നമ്മളുടെ ഡേറ്റാസ് അല്ലെങ്കിൽ നമ്മളുടെ ഫയൽസ് നമുക്ക് അവൈലബിൾ ആകാൻ സാധിക്കും, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ പുതിയൊരു ഐഫോൺ ആണ് അല്ലെങ്കിൽ ഒരു യൂസ്ഡ് ഐഫോൺ ആണ് വാങ്ങുന്നത്. അപ്പോൾ ഏത് സ്റ്റോറേജ് സ്പെസിഫിക്കേഷനുള്ള ഡിവൈസ് വാങ്ങണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ iCloud ഒന്നും പർച്ചേസ് ചെയ്യില്ല അല്ലെങ്കിൽ ഇതുപോലത്തെ ക്ലൗഡ് ഒന്നും പർച്ചേസ് ചെയ്യുന്നില്ല,
പക്ഷേ നിങ്ങൾ ക്യാഷ്വൽ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഇപ്പോൾ ഫാമിലിയുടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് 64 to 128 GB ഉള്ള ഡിവൈസുകൾ. കാരണം നിങ്ങൾക്ക് അധികം ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, വളരെ ക്യാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 64 GB അല്ലെങ്കിൽ 128. ഈ രണ്ട് ഓപ്ഷൻസ് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു സോഷ്യൽ മീഡിയ എൻവറോൺമെൻറ്റിലാണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പം നമുക്കറിയാം ഫേസ്ബുക്ക്, യൂട്യൂബ് വീഡിയോ, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഇതിലെല്ലാം നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ മിക്കവാറും അത് ഡൗൺലോഡ് ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് എടുക്കുകയും ഷൂട്ട് ചെയ്യുകയും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 128 to 256 ആണ്. എസ്പെഷ്യലി ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, ഫോട്ടോസ്, വീഡിയോസ് ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ എന്താ പറയുക എൻഗേജ് ചെയ്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 128 ആണ്. അതിൽ താഴേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിപ്പോൾ നിങ്ങൾ യൂസ്ഡ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം 256 അല്ലെങ്കിൽ 128. ഇനി ഇതിലെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ്. എൻ്റർടൈൻമെൻറ്റ് നമുക്കറിയാം ഇപ്പം നിലവിൽ, പണ്ടൊന്നും അധികം ഇല്ലായിരുന്നു, ഇന്ത്യയിൽ അധികം ഇല്ലായിരുന്നു. നമുക്ക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ എല്ലാം സ്ട്രീം ചെയ്യുകയാണ്. നമ്മളിപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ പോലും നമുക്ക് ജിയോ ഒക്കെ വന്നതിന് ശേഷമാണ് അധികം ആൾക്കാരും ഏറ്റവും കൂടുതൽ, ഇപ്പം ഈവൻ ഞാനാണെങ്കിൽ പോലും അധികം നമ്മൾ യൂട്യൂബിലേക്ക് ഇറങ്ങുകയും വീഡിയോസൊക്കെ ധാരാളം അനാവശ്യമായിട്ടും അനാവശ്യത്തിനും എല്ലാം കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമുക്ക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ പ്രൈം, ഹോട്ട്സ്റ്റാർ, ഇപ്പം ആപ്പിൾ മ്യൂസിക്, സ്പോട്ടിഫൈ, ഇങ്ങനെയുള്ള ധാരാളം ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതൊക്കെ സ്ട്രീം ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ആൾക്കാർ മിക്കവരും സ്ട്രീം ചെയ്യുവാണ്. ഈവൻ ദോ ആൾക്കാരെല്ലാം സ്ട്രീം ചെയ്യുവാണെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ നമ്മളത് ഡൗൺലോഡ് ചെയ്ത് കാണുന്ന ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഉണ്ടാവും. എസ്പെഷ്യലി നമ്മളിപ്പം ലോങ് ഡിസ്റ്റൻസ് വല്ലതും യാത്ര ചെയ്യുവാണ് അല്ലെങ്കിൽ ഒരു മൊബൈൽ കവറേജ് ഇല്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പ്രെപ്പ് എന്നുള്ള രീതിയിൽ, ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിവൈസിലേക്ക് സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പം നമ്മൾ സ്റ്റോറേജ് ഇല്ല എന്നൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും സാധിക്കത്തില്ല. എസ്പെഷ്യലി ഇപ്പം ആപ്പിൾ മ്യൂസിക്കിൽ നമുക്കറിയാം ലോസ്ലെസ് ഓഡിയോ അല്ലെങ്കിൽ ഡോൾബി അറ്റ്മോസിലുള്ള ഓഡിയോ ഒക്കെയാണ്, അതൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൻ്റെയൊക്കെ ഫയൽ സൈസ് എന്ന് പറയുന്നത് നല്ല അന്യായ ഫയൽ സൈസാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും എല്ലാ സമയത്തും സ്ട്രീം ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ഫയൽ സൈസാണ്, 2 GB 3 GB ഒക്കെയാണ് മിക്ക മൂവീസുകളുടെയും ഒരു 1080p റെസൊല്യൂഷനുള്ള സൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കാര്യത്തിലേക്ക് വരുമ്പോഴും ഈ ഒരു 128 to 256 GB നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന കാര്യമാണ്. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആപ്സ് ആൻഡ് ഗെയിംസ് ആണ്. ആപ്സ് ആൻഡ് ഗെയിംസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം നമ്മളുടെ ഫോണിൽ ഒക്കെ നോക്കുവാണെങ്കിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ധാരാളം ആപ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കുറേ എണ്ണം ഡൗൺലോഡ് ചെയ്തിട്ടും അതിനുശേഷം നമ്മൾ ഉപയോഗിക്കാതെ അതവിടെ കിടക്കുന്നത് നമുക്ക് പല സമയത്തും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണാറുള്ളതാണ്. പിന്നെ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇത് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ വരുമ്പോഴായിരിക്കും അതിൽ എന്തെങ്കിലും ആവശ്യം വരും, പിന്നീട് എന്തെങ്കിലും ആവശ്യം വരും എന്ന് വിചാരിച്ച് നമ്മൾ പിന്നീട് അത് അവിടെ തന്നെ വെക്കും. ചിലതൊന്നും നമ്മൾ ഡിലീറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആവശ്യം, അതോടൊപ്പം തന്നെ എസ്പെഷ്യലി കോമ്പറ്റേറ്റീവ് ഗെയിംസിൻ്റെ, ഇപ്പോൾ നമ്മൾ പബ്ജി അതുപോലുള്ള ധാരാളം ഗെയിമിംഗ് പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഗെയിംസൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അധികം ആപ്സ് വീഡിയോയ്ക്കാണെങ്കിൽ അല്ലെങ്കിൽ ഫോട്ടോസിനാണെങ്കിൽ പല യൂട്ടിലിറ്റിക്ക് പല കാറ്റഗറിയിലും നമുക്ക് ആപ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പം നമുക്ക് 64 GB എന്ന് പറയുന്നത് വളരെ മിനിമമാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഡിവൈസ് ഒരു 128 അല്ലെങ്കിൽ 256. ഇപ്പം നമുക്ക് ആവശ്യമില്ല എന്ന് കരുതി നമ്മൾ ഫോണിൻ്റെ സ്റ്റോറേജിനെ കാൽക്കുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയോ ചെയ്യരുത്. ഇനി ഇതിലെ നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബിസിനസ്സാണ്. ബിസിനസ് ചെയ്യുന്നതിൽ മസ്റ്റായിട്ടും നിങ്ങൾക്ക് 256 ആണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അതിന് യാതൊരു സംശയമില്ല. 128ൻ്റെ പോലും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് അധികം ഡോക്യുമെൻറ്റ്സ്, ഫയൽസ്, PDF കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ളവരാണ്. അല്ലെങ്കിൽ ഓൺലൈനിലൂടെയാണ് ബിസിനസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം ചാറ്റ്സും അല്ലെങ്കിൽ ഇതുപോലത്തെ ഡോക്യുമെൻറ്റ്സും ഒക്കെ കൈകാര്യം ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നമുക്കെല്ലാം സേവ് ചെയ്ത് വെക്കാം. അത് എസ്പെഷ്യലി നമുക്ക് ഒരു ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ ക്ലൗഡിൽ സ്റ്റോർ ചെയ്തിട്ട് കാര്യമില്ല, അത് നമ്മളുടെ ഓൺ ഡിവൈസിൽ ലോക്കലി സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 256 നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഡിവൈസ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ ഏറ്റവും അവസാനത്തെയും അഞ്ചാമത്തെയും കാറ്റഗറി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സ്റ്റോറേജ് ആണ്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ സംസാരിച്ച എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ എക്സ്റ്റേണൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു 64 GB ഒരു ഡിവൈസ് വാങ്ങി, പക്ഷേ നമുക്കത് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ഇൻറ്റേർണലി എക്സ്പാൻഡ് ചെയ്യാതെ നമുക്ക് എക്സ്റ്റേണലി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. എക്സ്പാൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ എക്സ്റ്റേണലി നമുക്ക് ഇതുപോലെ ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജ് നമ്മൾ കമ്പ്യൂട്ടറിലും ലാപ്പിലും ഒക്കെ എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവുകൾ SSD ഒക്കെ ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് എക്സ്റ്റേണലി നമ്മുടെ ഐഫോണിൽ അല്ലെങ്കിൽ ഐപാഡിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഒരു ആക്സസറിയാണ് സാൻഡിസ്കിൻ്റെ iExpand എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ്.
ഇത് നമുക്ക് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. നമ്മളുടെ ചാനലിൽ നമ്മൾ റിവ്യൂ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഉപയോഗിച്ചവരോട് ഞാൻ ചോദിച്ചപ്പം അവിടെ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടും ഫീസിബിൾ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ അല്ലെങ്കിൽ ഒരു ആക്സസറി തന്നെയാണ് ഈ ഒരു ഐ എക്സ്പാൻഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി പർച്ചേസ് ചെയ്യാനാണ് ഡയറക്റ്റ്ലി. അപ്പോൾ ഇതുപോലുള്ള എക്സ്റ്റേണൽ സ്റ്റോറേജ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 2 ഗുണങ്ങളാണ്. നമുക്കിപ്പോൾ മറ്റൊരു ഡിവൈസിൽ കിടക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ഇതിലേക്ക് കോപ്പി ചെയ്ത് ഒരു സൈഡ് നമ്മളുടെ ലൈറ്റ്നിങ് പോർട്ടും മറ്റൊരു സൈഡ് USB ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പും ഒക്കെ ആക്സസിബിൾ ആണ്. അതിൽ കണക്ട് ചെയ്ത് നമുക്ക് ഡിവൈസ് അല്ലെങ്കിൽ കാര്യങ്ങൾ കോപ്പി ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ കോപ്പി ചെയ്ത ഡിവൈസ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ മറ്റേ സൈഡിൽ ലൈറ്റ്നിങ് പോർട്ടാണ്, ഐഫോണിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും. അങ്ങനെ നമുക്ക് ഫയൽസ് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പം അതിനെപ്പറ്റി വിശദമായിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങി അത് ഉപയോഗിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ, Milan. Catch you guys in the next video. Till then, peace.